തുടങ്ങിയതേ ഉള്ളൂ, വിഘ്നങ്ങളൊന്നും വരുത്തരുതേ. വേണ്ട, ചന്ദനത്തിന് വെക്കുന്ന സ്റ്റാൻഡ് മൂഷിക എടുത്തോണ്ട് പോയി. എലി അവനുള്ള പെട്ടി ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആകപ്പാടെ ഒരു ബോണ്ട ഉണ്ടായിരുന്നു. ഇനി ബോണ്ട വേണമെന്നും പറഞ്ഞ് ഒരുത്തനെ ഇങ്ങോട്ട് നീ പറഞ്ഞു വിടല്ലേ ഭഗവാനേ. എന്നെ വിളിച്ച ആഹാ പറഞ്ഞു തന്നില്ല. അതിന് ബോണ്ടയ്ക്ക് ആളെയും പറഞ്ഞു വിട്ടാ. മറന്നില്ലല്ലോ അണ്ണാ. എനിക്ക് നിന്റെ അങ്ങനെ മറക്കാൻ പറ്റൂടാ. ഇതെന്താണെന്ന് അറിയാടാ? അമ്മിഞ്ഞ എടാ ഈ ഓടുന്നത് എന്താണെന്ന് അറിയാമോ? അത് കട്ടൊന്നും അല്ല. എടാ ഞാൻ ആക്സിഡന്റ് ആയിട്ട് കിടന്നപ്പോ നിന്റെ 5 കുപ്പി ബ്ലഡ് അല്ലേടാ അണ്ണന്റെ ശരീരത്തിൽ കയറ്റിയത്. എനിക്കറിയാം ആ അണ്ണനെ കാണാനല്ലേ അണ്ണാ ഞാൻ ഓടി വന്നത്. എത്ര വർഷം എടാ നിന്നെ കണ്ടിട്ട്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ചക്കരേ. വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? വിശേഷം, ഞാൻ ഇവിടുന്ന് ഒരു പെണ്ണെ പ്രേമിക്കുകയാണ്. നല്ല കാര്യം. പക്ഷെ അവൾ ഇറങ്ങി വരാൻ വേണ്ടി അങ്ങോട്ട് മുട്ടി നിൽക്കുകയാണ്. വിളിച്ചോണ്ട് വേടാ, അർത്ഥം കൂടെ ഉണ്ട്. അങ്ങനെ വിളിക്കാണ്ട് വാ. അതിനുള്ള ധൈര്യവും ചങ്കുറപ്പും എനിക്കുണ്ടോ? ആലോചിക്കുമ്പോ തന്നെ കൈയും കാലും പറിച്ചിട്ട് വയ്യ. നീ എന്തിനു പ്രേമിക്കാൻ പോയത്? അണ്ണ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് വിളിച്ചിറക്കി തരണോ അണ്ണ. കൈവിട എടാ മാന്യമാറ്റ് ഒരു കഫേ നടത്തി വരുന്നവനാണ് ഞാൻ. എവിടെ? റെസ്റ്റോറന്റ്. എവിടെ? ഹോട്ടൽ. ഞാൻ ഒന്നും കണ്ടില്ലേ. ചായക്കട. അങ്ങനെ മാന്യമായിട്ട് ജീവിക്കാണ്. എന്റെ 2 മൂക്കിലും പഞ്ഞിയും വെച്ച് എന്നെ പെട്ടിക്കകത്താക്കാതെ നീ പോ. അണ്ണ അങ്ങനെ മാത്രം പറയരുത്. വെള്ളയമ്പലത്തുനിന്ന് വഴുതക്കാട്ടോട്ട് പോകാൻ 2 വഴി. ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും എന്റെ വീട്ടിൽ പോവാം. ഇടത്തോട്ടാണ് ഞാൻ പോയിരുന്നെങ്കിൽ വലത് സൈഡ് ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന അണ്ണനെ ഞാൻ കാണുമായിരുന്ന. എന്റെ ഈ ശരീരത്തിൽ നിന്ന് 5 കുപ്പി ബ്ലഡ് അണ്ണന്റെ ദേഹത്ത് കയറ്റാൻ പറ്റും. അതെല്ലാം മറന്നു. എനിക്ക് 5 കുപ്പിയല്ലേ തന്നത്, 6 കുപ്പിയായിട്ട് തരാം. ഈ ശല്യം ഒഴി ഞങ്ങൾ പോകുന്നു. എന്തൊരു സംസാരം കാണിക്കണേ. ഒരു ജീവിത പ്രശ്നമല്ലേ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കണ്ട. ഒരാളുണ്ട് അൽമനാമ മനോഹരൻ. അറബിയൊന്നും അല്ലടാ. ഇവിടെ അറബിക്ക് വരെ കുരുട്ട് ബുദ്ധി പറഞ്ഞു കൊടുക്കണ നമ്മളെ നാട്ടുകാരൻ തന്നെ. കുരുട്ട് മനോഹരൻ. എന്തോ ചെറിയ വിഷയത്തിന് അറബി നാട്ടിൽ നീ പറഞ്ഞു വിട്ട്. അയ്യോ എന്തിനു പറഞ്ഞു ഇങ്ങോട്ട് വിട്ടത്? നിസ്സാരം ഒരു ബീഡി കുത്തി അണച്ചതിന്. അതെന്തൊരു ന്യായം അത്? സാധാരണ ഗൾഫിലൊക്കെ ബീഡി കത്തിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. ഇത് ബീഡി കുത്തി അണച്ചെന്ന് പറഞ്ഞ് ജോലി എന്ന് പറഞ്ഞു വിട്ടു. പെട്രോൾ പാടത്ത് 1500 ജോലിക്കാരൻ നിൽക്കുക. ബീഡി കുത്തി അണച്ച് അവന്മാരെല്ലാം കരിഞ്ഞ് അറബിയും കരിഞ്ഞു പോയി. പിന്നെ അങ്ങനെ പറഞ്ഞു വിടാതിരിക്കോ? അളിയാ, എനിക്ക് ഇങ്ങനെ ഉള്ളവരെയാണ് ആവശ്യം. വിളി പെട്ടെന്ന് വിളിക്കാനൊന്നുമില്ല. സമയം എന്താ ഇപ്പം? സമയം 9:15. കറക്റ്റ് 9:15 മനോഹരൻ മാമൻ എന്റെ കടയിൽ നിന്ന് ഒരു ചായ കൂടി പതിവാണ്. അൽ ഫത്തൽ ചായ സത്തലാല. അൽ ഫല കിഴങ്ങൻ സ്ഥലാല. എന്റെ മുമ്പ് നിൽക്കണേ കിഴങ്ങൻ ആരെന്ന്? എന്റെ കിഴങ്ങൻ നിന്റെ അപ്പന ഹോവലാവാസ. അവൻ പറഞ്ഞത് കിഴങ്ങ മാമന്റെ അപ്പനെന്ന് തന്നെ. അൽത്താ ചെവിക്കണ്ട പൊത്തലാല സാ. അലവരി നിർത്താൻ സത്തല. ഇവിടെ അറബി കോമഡി കേറൂല, ഒള്ളി മലയാളം. വന്നാണ് ആ നിമിഷം നമ്മളൊരു ചെറുക്കൻ പയ്യനാണ്. 5 പൈസ കുറവുണ്ട്. അത് കണ്ടാ അറിയാം. സംഭവം ഇവ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ. പെണ്ണിനല്ലാതെ പിന്നെ അവൻ ആണിനെ പ്രേമിക്കാൻ. അവന് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരണം. അങ്ങനെ അതിനുള്ള ധൈര്യം അവനില്ല. നിങ്ങളാകുമ്പോ കുരുട്ട് ബുദ്ധിയൊക്കെ കാണിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് വരുമല്ലോ. അതൊക്കെ ഞാൻ ചെയ്തെടുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് പൈസ കിട്ടണം. പൈസയൊക്കെ തരാം. എത്ര വേണം? 5000. എത്ര വേണോ തരാം. എങ്കിൽ 10000. ആദ്യം പറഞ്ഞ 5 ഫിക്സ്. ഞാൻ ഒരു കാര്യം പറയാം. പെണ്ണിനെ ഇറക്കിക്കൊണ്ട് വരാന്ന് പറഞ്ഞാണ്ടല്ലോ, അതിനകത്ത് നിന്റെ തലയ്ക്കകത്ത് ആദ്യം ആള് താമസം വേണം. അങ്ങോട്ട് മാറി മുതുകണ്ടേ. എന്താടാ ഇങ്ങനെ പറയണത്? എടാ എന്റെ മണ്ട കയറ്റി ആളിനെ താമസിപ്പിക്കുക. എന്താ ഉടുപ്പി വിലാസ ലോഡ്ജാടാ. എടാ ഇയാളെ കൊണ്ട് പറ്റൂലെങ്കിൽ പറഞ്ഞു വിടാ അങ്ങോട്ട്. ഇവ ശരിയാവൂല. ഇവ തർക്കുത്തര കോമഡി പറയുന്നു. എന്റെ മാമ അവന്റെ 5 കുപ്പി ചോര എനിക്ക് തന്നതാണ്. ചോര വടിക്കാൻ നീ ആര് ട്രാക്കുള? ഞാൻ ആക്സിഡന്റ് ആയിട്ട് കിടന്നില്ലേ, അവന്റെ ചോരയല്ലേ എന്റെ സിരകളിൽ ഓടുന്നത്. അങ്ങനെ വന്നാണ്. ഞാൻ ഒരു കാര്യം പറ. നീ പറ. മാമ ശരിക്ക് ഗൾഫിൽ പോയിട്ടുണ്ടാ? പോയിട്ടുണ്ടാ? പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. അവരുടെ 100 കണക്കിന് അറബിമാർക്ക് ഞാൻ കുരുട്ട് ബുദ്ധി പറഞ്ഞു കൊടുത്ത് അവരെ കോടീശ്വരന്മാരും ആക്കിയിട്ടുണ്ട്. മനസ്സിലായി നിനക്ക്? നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു വീട് കുത്തി അണച്ച ഞാൻ എന്നെ പറഞ്ഞു വിട്ടത്. അയ്യോ അതവൻ പറഞ്ഞു. സത്യം പറയാലേ, ഈ വീട് കുത്തി അണച്ചപ്പോഴേ അറബി അങ്ങ് ചത്തിപ്പോയല്ലോ. അപ്പോഴത്തേനും അറബിയുടെ ഭാര്യ വന്നിട്ട് എന്റെ പെടലേക്ക് പിടിച്ച ഒറ്റ ഏറി ഞാൻ നേരെ ചെന്ന് വീണത് ബോംബെയില്. ഞാൻ അവിടെ ഷട്ടിയുമായിട്ട് അങ്ങ് കൈ കോർത്തു. നമ്മളെവിടെയൊക്കെ കാലും ഉണ്ടല്ലോടാ ഷട്ടിയായിട്ട് കോർക്കണത്. ബോംബെയിൽ
3 ഷട്ടിയുമായി ചേർന്ന് ഞാൻ അവിടുത്തെ രാജാവായി. രഞ്ജി വന്നാണ് ഇങ്ങനെ 3 ഷട്ടിയുമായിട്ട് അവിടെ ചെന്നപ്പോ രാജാവായി. എനിക്ക് 9 ഷട്ടിയുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയിരുന്ന ചക്രവർത്തി അല്ലടാ ചക്രവർത്തി. അപ്പോഴാണ് ഒരു ആക്സിഡന്റിൽ എന്റെ ഷട്ടി മരിച്ചത്. അപ്പോൾ ഞാനൊരു നഗ്ന സത്യം മനസ്സിലാക്കി. ബോംബെയിൽ ഷട്ടി ഇല്ലാതെ ജീവിക്കുന്നത് അസാധ്യമാണ്. അതിവിടെ കേരളത്തിലും അങ്ങനെ തന്നെ അസാധ്യം. അങ്ങനെ ഞാൻ ജീവിതം എടുത്ത് ബോംബെയിലെ ചുവന്ന തെരുവിൽ നിന്നും അല്ലല്ല ഞാൻ നേരെ ഓസ്ട്രേലിയയിൽ കുടിയേറി. ഓസ്ട്രേലിയയിൽ വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓസ്ട്രേലിയൻ കോടതി എന്നെ 7 വർഷം കഠിന തടവിന് വിധിച്ചു. എന്തിന്? കങ്കാരുവിന്റെ സഞ്ചിയിൽ ചാരായം കടത്തി. എന്നിട്ടാ അവന്റെ മോൻ എന്നെ ഒറ്റ കൊടുത്തു. കുഞ്ഞ് അവൻ ഈഗോ. ഞാൻ അവന്റെ കിടപ്പാടം പിടിച്ചടക്കുന്നു. ഞാൻ അങ്ങനെ ജയിൽവാസം കഴിഞ്ഞ് എന്റെ ഓസ്ട്രേലിയൻ ജീവിതം മടുത്തു. അവിടുന്ന് ഞാൻ നേരെ എന്റെ മാതൃരാജ്യത്തേക്ക് വന്നു, ഇന്ത്യയിലേക്ക്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ മാതൃരാജ്യം ബ്രിട്ടീഷുകാർ പിടിച്ചടക്കി വെച്ചു. ഞാൻ ഗാന്ധിജിയുമായി ചേർന്ന് ഉപ്പു സത്യാഗ്രഹം നടത്തി. ജാലിയൻ വാലാബാഗ് കൂട്ടുകൊല, അവിടേക്ക് ഞാൻ സരോജിനി നായിഡു വെടിവെച്ചു. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ അത് പണ്ടേ കിട്ടി. അത് കിട്ടിയ പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവികമായ കാര്യങ്ങളാണ്. അത് നാളൊക്കെ നോക്കണം. നിന്റെ പെണ്ണിന്റെ നാളെ തോന്നുന്നു പുരാണ നാടകം. അങ്ങനത്തെ നാടകം ഞാൻ കേട്ടിട്ടില്ല. നമ്മളത് മൂലം. അയ്യോ ഈ മൂല ശരിയാവൂല. അതവിടെ വന്നപ്പോഴേ മനസ്സിലായി ശരിയാവൂല. ഇതല്ലത്. പുണർതോ മൂലം തമ്മിൽ ഒട്ടിച്ച് ചേർക്കണം. അത്രേ ഉള്ളൂ. സൂപ്പർ പച്ചയാണ്. ചേർത്ത് അങ്ങോട്ടിച്ച ഒട്ടി അങ്ങിരിക്കും. ഇവന്റെ ചോരയല്ലേ നിന്റെ ശരീരത്തിലോടുന്നു. ഇവൻ അൽഫലാന, നീ ദത്തഫലാന. ഇവന്റെ മുഖലക്ഷണം കണ്ട ഇവൻ പെട്ടെന്നൊരു ചതിയിൽ പെടാൻ പോകുവാണ്. ഇവന്റെ മുഖലക്ഷണം കണ്ടാലറിയാം. എടാ നീ നിന്ന നിപ്പി നിന്റെ കയ്യിൽ നിന്ന് പൈസ പോണെന്ന് അറിയൂല. നിന്ന നിപ്പിൽ എന്റെ ഇത് പൈസ പോണെന്ന് അറിയൂലോ. പറഞ്ഞു തരാം. 500 രൂപ ദക്ഷിണ വെക്ക്. എനിക്ക് ഈ കാര്യത്തിലൊക്കെ ഈ കാര്യത്തിൽ ഭയങ്കര വിശ്വാസം. പറയാൻ മറന്നുപോയി. എന്തോന്ന് പറഞ്ഞു മാമ പറഞ്ഞതേ, ഞാൻ വലിയൊരു ചതിപ്പെടാൻ പോണ്. നിന്ന നിപ്പിൽ എന്റെ പൈസ പോവെന്നറിയോ. ഇതിൽ പരം വേറെ ചതി എന്തോന്ന് ഇരിക്കണ്ട. രൂപ 500 പോയാ. അതാണ്. ആരടാ ഇത്? ദിവ്യനടാ. ദിവ്യ. അയ്യോ പാപം, ഞാനൊരു ദിവ്യനൊന്നും അല്ല മക്കളെ. അയാള് ദിവ്യനല്ലെന്ന്. മാമനല്ല ദിവ്യൻ. വീട്ടിൽ ഇരിക്കണ മാമിയാണ് ദിവ്യൻ. അയ്യോ മാമിയെ കൂടെ കൊണ്ടുവരാത്ത. അയ്യോ മാമിയെ കൊണ്ടുവരാൻ പറ്റൂല. അത് ഭയങ്കര കഥയാണ്. ഈ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പം അവക്കൊരാഗ്രഹം അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന്. ഞാൻ അങ്ങനെ അവളെ വീട്ടിൽ അവിടെ പോയെ. പാടത്തിന്റെ നടുക്കൂടെ ഒരു വരമ്പ് കിടപ്പും. ഞാനും അവളും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പം പെട്ടെന്ന് ചന്നം പിന്നെ മഴ പെയ്തു. എന്റെ കാലിൽ കൂടെ അങ്ങനെ ഇഴഞ്ഞങ്ങ് കേറി. വയലല്ലേ, നീർക്കോലിയായിരിക്കും. അല്ല, നൊസ്റ്റാൾജിയ. അതാര് മാമ? എന്റെ അമ്മയുടെ നായ. പെട്ടെന്ന് ഞാൻ അക്കരെ വയലിന്റെ അവളോട്ട് ഇരുന്നിട്ട് തൊട്ടിന്ന് വെള്ളം കോരി അവളുടെ മുഖത്തേക്ക്. പിന്നെയും വെള്ളം കോരി. ഞാൻ എന്റെ ഭാര്യയുടെ മുഖത്ത് വെള്ളം ഒഴിച്ചന് നീയൊക്കെ എന്തിന് വികാരം കൊള്ളുന്നത്? അപ്പോഴാണ് അക്കരെ നൃത്തം വിളിച്ചു പറയാ, ആരടാ പെരുമഴയത്ത് വയലിൽ പോത്തിനെ കുളിപ്പിക്കുന്നത്? ഞാൻ അപ്പൊ തന്നെ അവളെ കയറ്റി കെട്ടി. അല്ലല്ല, വീട്ടിൽ കൊണ്ട കയറ്റുന്നു. സത്യം പറയാല്ല, അതിനുശേഷം ഇന്ന് വരെ എന്റെ വെട്ടം കണ്ട അവൾ ഓടി ഒളിക്കും. നിങ്ങൾക്ക് എത്ര പിള്ളേര്? 6 പിള്ളേര്. മുഖവെട്ടം കണ്ട ഓടി ഒളിക്കുമ്പോ 6 പിള്ളേരെങ്കിൽ ഡെയിലി മുഖം കണ്ടോണ്ടിരുന്നാലാ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആദ്യരാത്രിയെ കുറിച്ചൊക്കെ വല്ല അറിയാവോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് പണിയാ. ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണേ. ഞാൻ സമയമായി അവൾ ഇറങ്ങി വരാവൂ. അവ എത്ര മണിക്ക് ഇറങ്ങി വരാന്ന് പറഞ്ഞു? 11:15. ഇപ്പൊ സമയത്തായി. 11 കഴിഞ്ഞു. അയ്യോ, ഇനി 15 മിനിറ്റ്. അവസാനം ഒറ്റ വഴിയുള്ളൂ. അത് മതി. നിന്റെ മുട്ടയിൽ പോണ്ട. നീ മുട്ട എടുത്ത് 2 മുട്ടയില് കൊല്ലത്ത് പോയി ചോദിച്ചാൽ മതി. പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടോ? ഇല്ല, അവക്ക് ഫോട്ടോ ഇല്ല. അവളെ അച്ഛനൊരു സൈക്കിൾ ഉണ്ട്, അത് മതി. ഫോട്ടോ ഉണ്ടാന്നല്ലേ വെച്ചത്? പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഉണ്ട്. അങ്ങോട്ട് പൊന്നെ. അമ്മോ 2 മുട്ട മതിയാ? ഇത് 2 മുട്ടയെ തീരൂല, 1 ട്രേ മുട്ട വേണം. ഓക്കെ മാമ. ഇവളെപ്പ വരാന്ന് പറഞ്ഞത്? 11:15. എവിടെ വരാന്ന് പറഞ്ഞത്? വില്ലേജ് ഓഫീസിന്റെ സൈഡില്. എന്ത് ബാധ്യത സർട്ടിഫിക്കറ്റ് മേടിക്കാണ്ടോ? അവിടെ ഒരു ആൽമരം ഉണ്ട്, അവിടെ ഒളിച്ചു നിന്നാ ആരും കാണൂലെന്ന് ഇവള് പറഞ്ഞു. 11:30 മണിക്ക് കവിത വരും, വിളിച്ചോണ്ട് പോ. എനിക്ക് കവിതയല്ല വേണ്ടത്, എനിക്ക് ഇവളെ വേണം. 11:30 മണിക്ക് കവിത ബസ് വരും, ഇവളെയും വിളിച്ചോണ്ട് പെട്ടെന്ന് പോടാ. അപ്പൊ അവന്റെ അടുത്ത് പറയണ്ടേ? അവന്റെ മുന്നിൽ എന്നെ നാറ്റിച്ച് അടങ്ങുന്നിയല്ലേ? പോവാ. ഒരു കേസ് മുട്ടയും റെഡി ആയിട്ടുണ്ട്.
അയ്യോ ആ ചെറുക്കൻ പോയാ? അവൻ പോയി, അവനെ എല്ലാം നിങ്ങൾ അവനെ പറഞ്ഞു വിട്ടാ? അവ ഇപ്പൊ പെണ്ണിനെ കൊണ്ട് പൊക്കാണം. അവന്റെ ഫീസ് തന്നില്ല. ഫീസൊക്കെ ഞാൻ തരാം. എത്ര? അവൻ 5000 രൂപ തരാന്നില്ല പറഞ്ഞു. 5000? 7000 ഉണ്ട് കേട്ടല്ല. മാമ ഒരു കാര്യം മനസ്സിലാക്കണം, അവന് 7000 അല്ല 7 ലക്ഷം അല്ല 7 കോടി കൊടുത്താലും എനിക്ക് അവന്റെ കൂടെയുള്ള സ്നേഹം തീരൂല മാമ. അവന്റെ ഭാര്യ എന്ന് പറഞ്ഞാലേ എനിക്ക് എന്റെ പെങ്ങളെ പോലെ മാമ. എങ്ങനെ? അവന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പെങ്ങളെ പോലെയാണ്. പെങ്ങളെ പോലെയല്ല, പെങ്ങള് തന്നെ. അയ്യോ എന്റെ പെങ്ങള് സുനിത. 7000 രൂപ സ്ത്രീധനം കൊടുത്ത് സ്വന്തം പെങ്ങളെ കെട്ടിച്ചുള്ള ആദ്യത്തെ വ്യക്തി നീ ആയിരിക്കും. അൽ മനാഫ കുരുട്ടു മനോഹരൻ. ഇത് വേറെ ഐറ്റം, ഒരു രക്ഷയില്ല കേട്ടോ.